സൂപ്പർ ആയിട്ടുണ്ട് സാർ വീട്. സ്വന്തം വീടാ? അടുത്ത വീട്ടുകാരൻ്റെയാ, ഞാൻ കട്ടോണ്ട് വന്നതാ. വിചാരിച്ചു. പോടാ. മനുഷ്യനാണോ നിങ്ങള്? രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നതാ. എന്തെങ്കിലും കഴിക്കാന്നെങ്കിലും പറഞ്ഞൂടെ? ഞാൻ വിചാരിച്ച കറക്റ്റാ സാർ, നിങ്ങൾ ഹിന്ദി ഡബിംഗ് സീരിയലിലെ വില്ലൻ തന്നെയാ. വിക്രം ഇപ്പൊ എങ്ങനെയുണ്ട്? ഒബ്സർവേഷൻ ഉള്ളത്. രണ്ടുപേർക്ക് ഭക്ഷണം എടുക്കും. ശരി. സാർ, ഈ പെയിന്റിങ് ബ്യൂട്ടിഫുൾ പെയിന്റിംഗ് അല്ലേ? വിക്രം എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. 2 ലക്ഷം രൂപ. അതിന് മാത്രം എന്താ ഉള്ള സാർ ഇതില്? നിനക്ക് പെയിന്റിംഗ് എന്താണെന്നറിയാമോ? ആർട്ട് എന്താണെന്നറിയാമോ നിനക്ക്? ഒരു ആർട്ടിസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് നോക്കിയല്ല മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ അകം കൊണ്ട് നോക്കി അറിയണം. അങ്ങനെ ആർട്ടിസ്റ്റ് എന്താ പറയുന്നത് സാർ? പറയാം. ആ ചോപ്പില്ലേ, അത് വിപ്ലവം. കോപം. ആ ബ്ലൂ നീ കണ്ടില്ലേ, അത് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസമാണ്. ആ വൈറ്റ് എന്താ അങ്ങനെ കൊടുത്തിരിക്കുന്നറിയാവോ? പെയിന്റ് തീർന്നു പോയതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം, ഹാപ്പിനെസ്. അവിടെ എവിടെയൊക്കെ ആയിട്ട് നീ കാണുന്നില്ലേ ആ ഓറഞ്ച്, അതെന്താണെന്ന് പറ. അറിയില്ല സർ. ലവ്, ഫ്രണ്ട്ഷിപ്പ്, സ്നേഹം. ഇത്രയൊക്കെ ഉണ്ടായിരുന്നു സാർ ഇതില്? ബ്യൂട്ടിഫുൾ പെയിന്റിംഗ് ആണ്. ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. താങ്ക് യു സർ. എന്തിന്? ഇല്ല, ഈ പെയിന്റിംഗ് എങ്ങനെ നോക്കേണ്ടെന്ന് പറഞ്ഞു തന്നില്ലേ, അതിന്. ശരി, വാ ഡ്രിങ്ക് അടിച്ചിട്ട് കഴിക്കാം. ഫോറിൻ സാധനമൊക്കെ കഴിച്ച് നിനക്ക് ശീലമുണ്ടോ? ശീലമില്ല സർ. നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഇല്ല, ഐസ് ഇടുന്ന ശീലമില്ലെന്ന് പറഞ്ഞേ. സാർ, ഡോക്ടർ ഏട്ടൻ എന്തോ സ്ട്രെസ് ഉണ്ടെന്ന് പറയുന്ന കേട്ടല്ലോ, എന്താ സാർ അത്? വിക്രമിനെ പറ്റി എന്തറിയാം നിനക്ക്? വാരി കൊടുത്താൽ കഴിക്കും, എടുത്ത് കിടത്തിയാൽ ഉറങ്ങും, അത്രയല്ലേ? ഇന്നാണ് അവൻ ആ 4 ചക്രത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 5 വർഷത്തിന് മുൻപ് അവന്റെ പുറകെ നമുക്ക് പോകണമെങ്കിൽ നമ്മുടെ കാലിൻ്റെ അടി ചക്രം കെട്ടിയിട്ട് നമ്മൾ ഓടണം. എന്നൊക്കെ കാണിച്ചു തരാം. അഡ്വഞ്ചർ ലവർ, അഡ്വഞ്ചർ. അവന് തോൽവി എന്താണെന്നറിയില്ല, വിജയം മാത്രം. അത് ബിസിനസ് ആയാലും റേസ് ആയാലും എല്ലാത്തിനും വിജയം. കണ്ടോ, ഇതാണ് അവന്റെ സ്വഭാവം. എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും അവന്റെ ചുണ്ടിൽ ആ പുഞ്ചിരി എപ്പോഴും ഉണ്ടാവും.